അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ സയൻസിൽ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 വിഷയങ്ങളിലായിട്ട് നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേ ക്വസ്റ്റ്യൻ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നല്ല. ചില സമയത്ത് ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തേക്കാം, പക്ഷേ ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും എന്ന രീതിയിലല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലാതെ നമ്മൾ പഠിച്ച കാര്യം അതേപോലെ എക്സാക്റ്റ് ആയിട്ടല്ല ചോദിക്കുക എന്നും ഏതൊക്കെ ടൈപ്പിൽ ക്വസ്റ്റ്യൻ വരും എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുക. അല്ലാണ്ട് ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നല്ല അതിനെ വിചാരിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആ ഏരിയ നമ്മൾ ഇങ്ങനെ കൂടി പഠിക്കണം എന്നത് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയകൾ കണ്ടെത്താൻ വേണ്ടി സഹായിക്കും. അതൊക്കെയാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കാണുന്നതുകൊണ്ടുള്ള ഗുണം. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നോക്കുക. സെക്ഷൻ എയിൽ 1 മുതൽ 2 വരെയുള്ള ചോദ്യങ്ങൾ, അതായത് 2 ചോദ്യം ഉണ്ടായിരിക്കും, 1 വേർഡ്. രണ്ടും എന്ത് ചെയ്യേണ്ടതാണ്, നിർബന്ധമായിട്ടും എഴുതേണ്ട ചോദ്യമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, അടിസ്ഥാന യൂണിറ്റായ സെക്കൻഡ് ഉപയോഗിച്ച് നിർണ്ണയിക്കാൻ കഴിയുന്ന അളവ് തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. അതായത് സെക്കൻഡ് ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നത്. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തളക്കാൻ ഉപയോഗിക്കുന്ന എന്തിൻ്റെ യൂണിറ്റാ, സമയത്തിൻ്റെ യൂണിറ്റാണ് അല്ലേ. അപ്പോൾ സമയവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇവിടെ ഏതാ കൊടുത്തിരിക്കുന്നത്, ഈ പറയുന്ന മത്സര ഓട്ടം പൂർത്തിയാക്കാൻ എടുത്ത സമയം എന്നാണ്. മത്സര ഓട്ടം പൂർത്തിയാക്കാൻ എടുത്ത തൂക്കമാണെങ്കിൽ നമ്മൾ കിലോഗ്രാമിലാണ്, താപനിലയാണെങ്കിൽ എന്താണ്, കെൽവിനിലാണ്, ആഴം എന്ന് പറയുന്നത് നമ്മൾ മീറ്ററിലാണ് അളക്കുന്നത്. അപ്പോൾ സെക്കൻഡിൽ അളക്കുന്ന അളവ് ഏതാണ്, ഈ പറയുന്നതിൽ മത്സര ഓട്ടം പൂർത്തിയാക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, സമ്പർക്കത്തിൽ വരുന്ന യന്ത്രഭാഗങ്ങൾ ചലിക്കുമ്പോൾ തേയ്മാനം സംഭവിക്കുന്നതും വസ്തുക്കളെ മുറുകെ പിടിക്കാൻ കഴിയുന്നതും ഘർഷണം മൂലമുള്ള പ്രയോജനങ്ങളാണ്. അപ്പോൾ ഘർഷണം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, യന്ത്രഭാഗങ്ങൾക്കിടയ്ക്ക് സുഗമമായ ചലനത്തിന് തടസ്സം നേരിടുന്നതും ഇന്ധന നഷ്ടമുണ്ടാകുന്നതും ഘർഷണം കൊണ്ടുള്ള ദോഷങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിരിക്കുന്നു. ആ 2 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സമ്പർക്കത്തിൽ വരുന്ന യന്ത്രഭാഗങ്ങൾ ചലിക്കുമ്പോൾ തേയ്മാനം സംഭവിക്കുന്നത് ഘർഷണം മൂലമുള്ള പ്രയോജനമാണ്. പിന്നെ വസ്തുക്കളെ മുറുകെ, ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. അതായത് യന്ത്രഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഘർഷണം കൊണ്ടുള്ള പ്രയോജനമാണോ? അല്ല, ഘർഷണം കൊണ്ടുണ്ടാകുന്ന ദോഷമാണ്. പക്ഷേ ഈ രണ്ടാമത്തെ കാര്യം പ്രയോജനമാണ്, പക്ഷേ അത് രണ്ടും കൂടെ പ്രയോജനമാണെന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്, തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്ത് പറയുന്നു, യന്ത്രഭാഗങ്ങൾക്കിടയ്ക്ക് സുഗമമായ ചലനത്തിന് തടസ്സം നേരിടുന്നതും ഇന്ധന നഷ്ടം ഉണ്ടാകുന്നതും ഘർഷണം കൊണ്ടുള്ള ദോഷങ്ങളാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റാണ്. ഇപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന 1 തെറ്റും രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഏതാ, 2 പ്രസ്താവനകളും ശരിയാണ്. അതല്ല, ഒന്നാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. അതുമല്ല, രണ്ടാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് വരിക. ഏത്, രണ്ടാമത്തെ പ്രസ്താവന മാത്രം ശരിയാണെന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. കാരണം എന്താ, ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്, അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന മാത്രമേ ഉള്ളൂ അവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ സെക്ഷനിൽ 2 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യേണ്ടതാണ്, 2നും ഓരോ മാർക്കാണ്. ഇനി രണ്ടാമത്തെ സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ നോക്കിയേ, 3 മുതൽ 8 വരെ നമ്പറിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. 1-ൽ കൂടുതൽ വാചകങ്ങളിൽ ഉത്തരം എഴുതണം. എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിൽ കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും, ഉത്തരം എഴുതേണ്ടി വരും. 7, 8 ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അത് വരുന്ന സമയത്ത് പറയാം ആ ചോയ്സ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത്. അപ്പം 3-ാമത്തെ ചോദ്യം നോക്കുക. ചിത്രം നിരീക്ഷിക്കുക. നാം സാധാരണ ഉപയോഗിക്കുന്ന സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.1 സെൻറ്റിമീറ്റർ ആണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്, അതായത് എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാം സാധാരണ ഉപയോഗിക്കുന്ന ലീസ്റ്റ് കൗണ്ട് എന്താ, ലീസ്റ്റ് കൗണ്ട് എന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ, ഒരു അളവ് ഉപകരണം ഉണ്ട്. അപ്പം ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും ചെറിയ അളവ് അല്ലേ, ഏറ്റവും കുറഞ്ഞ അളവ്, ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് നമ്മൾ ആ ഉപകരണത്തിൻ്റെ എന്ത് വിളിക്കുന്നു, ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഉപകരണത്തിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന അളവ് ജാറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്നാണ് ചോദ്യം. ഈ ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്മുടെ അളവ് ജാർ കണ്ടോ,
ഇവിടെ മില്ലി ലിറ്ററിലാണ് അളവ് തന്നിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് ഏതാണെന്നാണ് ചോദ്യം. എത്രയായിരിക്കും വരിക? ഇത് മില്ലി ലിറ്ററിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഇവിടെ ചിത്രത്തിൽ കാണാം. ഇപ്പോൾ ഇത് 1 മില്ലി ലിറ്റർ, 2 മില്ലി ലിറ്റർ, 3 മില്ലി ലിറ്റർ അങ്ങനെയാണ് പോകുന്നത്. ഇതിലെ ഏറ്റവും ചെറിയ വര അപ്പോൾ എത്രയായിരിക്കും? അതായത് ഒന്നിനിടയിൽ എത്ര വരകളുണ്ട്? ഒന്നിനിടയിൽ നോക്കിക്കേ, 1, 2, 3, 4, 5 വരകളാണുള്ളത്. അപ്പോൾ 5 വരകൾ ചേരുമ്പോൾ എത്ര മില്ലി ലിറ്റർ ആകുന്നു? 1 മില്ലി ലിറ്റർ ആകുന്നു. അപ്പോൾ ഒരു വര എത്രയാണെന്ന് കാണാൻ എന്ത് ചെയ്യണം? 1നെ 5 കൊണ്ട് ഹരിച്ച് നോക്കണം. 1നെ 5 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.2 മില്ലി ലിറ്റർ എന്ന് കിട്ടും. അതായത് ഈ തന്നിരിക്കുന്ന ചിത്രത്തിലെ അളവ് ജാറിൻ്റെ ഏറ്റവും ചെറിയ മെഷർ ചെയ്യാൻ പറ്റുന്ന അളവെന്ന് പറയുന്നത് 0.2 മില്ലി ലിറ്റർ ആണ്. അതായത് ആദ്യത്തെ ചെറിയ വര 0.2, അടുത്തത് 0.4, അടുത്തത് 0.6, അടുത്തത് 0.8. 0.8ൻ്റെ കൂടെ 0.2 കൂട്ടിയാൽ എത്ര വരും? 1, പിന്നെ 1.2, 1.4 അങ്ങനെയാണ് അളവ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഈ പറയുന്ന അളവ് ജാർ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവെന്ന് പറയുന്നത് 0.2 മില്ലി ലിറ്റർ ആണ്. ചാടിക്കേറി 1 മില്ലി ലിറ്റർ എന്ന് എഴുതരുത്. കാരണം എന്താ? ഇവിടെ 5 വരകളെ തന്നിട്ടുള്ളൂ. 10 വരകളാണെങ്കിൽ 1 മില്ലി ലിറ്റർ എന്ന് എഴുതിയാൽ ശരിയാണ്. പക്ഷേ ഇവിടെ 5 വരകളെ തന്നിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ 5 വരകൾ കൂടി ചേരുമ്പോൾ 1 മില്ലി ലിറ്റർ ആവും. അപ്പോൾ ആ ഒരു വര എത്രയെന്ന് സൂചിപ്പിക്കാൻ എന്ത് ചെയ്യണം? 1നെ 5 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എത്ര കിട്ടും? 0.2 മില്ലി ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ 2 ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണുള്ളത്. ഇനി എന്താ? ചുവടെ നൽകിയിരിക്കുന്ന അളവുകളെ അടിസ്ഥാന അളവുകൾ, വ്യുൽപ്പന്ന അളവുകൾ എന്നിങ്ങനെ തരംതിരിക്കുക. അപ്പോൾ എന്താണ് അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാൽ? അതായത് അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മറ്റളവുകളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാത്ത അളവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അടിസ്ഥാന അളവുകൾ എന്നും അവരുടെ യൂണിറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അടിസ്ഥാന യൂണിറ്റുകൾ എന്നും വിളിക്കുന്നത്. വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നവരാണ് വ്യുൽപ്പന്ന അളവുകൾ. ആ വ്യുൽപ്പന്ന അളവുകളുടെ യൂണിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം മറ്റൊരാളുടെയും സഹായമില്ലാതെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന അളവുകൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാ? മാസ് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ഒരു കാര്യവും അറിയണ്ട. അപ്പം മാസ് എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന അളവാണ്. നീളം അളക്കണമെങ്കിൽ നമുക്ക് വേറെ ഒന്നിനെയും അറിയണ്ട. അപ്പം നീളം എന്ന് പറയുന്നത് എന്താണ്? ഒരു അടിസ്ഥാന അളവാണ്. എന്നാൽ പരപ്പളവ് നിങ്ങൾക്ക് അളക്കണമെങ്കിൽ ഏതൊക്കെ അറിയണം? നീളവും വീതി എന്ന് പറഞ്ഞാൽ നീളം എന്ന അടിസ്ഥാന അളവിൻ്റെ സഹായത്തോടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ? പരപ്പളവ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. വ്യാപ്തം കാണണമെങ്കിലും നീളം, വീതി, ഉയരം എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ എല്ലാം നീളം തന്നെയാണ് നമ്മൾ അളക്കുന്നത്. അപ്പോൾ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അടിസ്ഥാന അളവിൻ്റെ സഹായത്തോടു കൂടി പറയുന്നതാണ്. അപ്പോൾ അതെന്താണ്? വ്യുൽപ്പന്ന അളവുകളാണ്. അപ്പോൾ അടിസ്ഥാന അളവുകൾ എന്താണെന്ന് പഠിച്ചു വെക്കണം. 7 അടിസ്ഥാന അളവുകളും അതിൻ്റെ യൂണിറ്റുകളും പ്രതീകങ്ങളും പഠിച്ചു വെക്കണം. എന്താണ് വ്യുൽപ്പന്ന യൂണിറ്റുകളെന്നും 3 വ്യുൽപ്പന്ന യൂണിറ്റുകൾക്ക് ഉദാഹരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാ? പരപ്പളവ്, വ്യാപ്തം, പിന്നെ ഒരെണ്ണം കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? സാന്ദ്രത. ഈ 3 എണ്ണവും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. പരപ്പളവ്, വ്യാപ്തം, സാന്ദ്രത അതിൻ്റെ ഇക്വേഷനും യൂണിറ്റും ഒക്കെ പഠിച്ചു വെക്കണേ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചലനാവസ്ഥ, നിശ്ചലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കുക. നോക്കുക. ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് തലയിലിരിക്കുന്ന തൊപ്പി, കാരണം ആ കുട്ടി ചലിക്കുന്നതിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ആ തൊപ്പിയും ചലിക്കുന്നത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തൊപ്പിയുടെ സ്ഥാനം മാറുന്നുണ്ടോ? ഇല്ല. അപ്പം അതെന്തിലാണ് നമുക്ക് പറയാം? ആ തൊപ്പി നിശ്ചലാവസ്ഥയിലാണ്. ഇത് ഏത് കോൺസെപ്റ്റിൽ നിന്നുള്ള ചോദ്യമാണ്? അവലംബക വസ്തു എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നില്ലേ? അവലംബക വസ്തു വെച്ചിട്ട് വസ്തു ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ എന്താണ് അവലംബക വസ്തു എന്നും അതിൻ്റെ സഹായത്തോടു കൂടി ഒരു വസ്തു ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. ഇനി തറയെ അപേക്ഷിച്ച് തൊപ്പിയുടെ കേസിൽ എങ്ങനെയാണ്? തറയെ അപേക്ഷിച്ച് ഈ തൊപ്പിയുടെ സ്ഥാനം മാറുന്നില്ലേ? കുട്ടി മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് തൊപ്പിയും മുന്നോട്ട് നീങ്ങുന്നു. എന്ന് വെച്ചാൽ തറയിലെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം തറയെ അപേക്ഷിച്ച് തൊപ്പി എന്തിലവസ്ഥയിലാണ്? ചലനാവസ്ഥയിലാണ്. അപ്പം ഒന്നാമത്തെ കേസിൽ അവലംബക വസ്തുവായിട്ട് എടുത്തിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെയാണ്. രണ്ടാമത്തേൽ തറയെയാണ് നമ്മൾ അവലംബക വസ്തുവായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവലംബക വസ്തുവിന് മാറുന്നതിനനുസരിച്ച് വസ്തു ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലേക്കോ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തത്, യൂണിറ്റുകൾ എഴുതുമ്പോൾ നമ്മൾ കുറേ നിയമങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. കുറേ നിയമങ്ങൾ, അതായത് യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. അപ്പോൾ ആ ഭാഗം നന്നായിട്ട് പഠിക്കേണ്ട കാര്യമാണ്, തെറ്റിക്കാതെ പഠിക്കണം. ഇപ്പോൾ എന്താ കൊടുത്തിരിക്കുന്നത്? മണ്ണെണ്ണയുടെ സാന്ദ്രത എന്ന് പറയുന്നത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ചില രേഖപ്പെടുത്തലുകളാണ് തന്നിരിക്കുന്നത്. അവയിൽ തെറ്റായവ കണ്ടെത്തി തിരുത്തി, തെറ്റില്ലാത്തവ അതേപോലെ എടുത്തെഴുതുക, അല്ലെങ്കിൽ തെറ്റുള്ളത് മാത്രം എന്ത് ചെയ്യുക? തിരുത്തി എഴുതാനാണ്. നമ്മൾ ഇങ്ങനെ അളവ് എഴുതുമോ? ഇല്ല അല്ലേ? ഇങ്ങനെ ഒന്നിലധികം ബാറിട്ട് നമ്മൾ രേഖപ്പെടുത്താറില്ല. ഒന്നിലധികം ബാർ ഇടുന്നതിന് പകരം നമ്മൾ ഒരുമിച്ചാണ് എഴുതുക. അത് എങ്ങനെ എഴുതണം? സാന്ദ്രത എന്ന് പറഞ്ഞാൽ 810 കിലോഗ്രാം പെർ എത്ര മീറ്റർ ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പം മീറ്റർ ക്യൂബ്. ഇങ്ങനെയാണ് ശരിക്കും എഴുതേണ്ടത്. ഒരിക്കലും നമ്മൾ ഒന്നിലധികം ബാർ ഇട്ട് എഴുതാറില്ല.
ഇനി പേനയുടെ നീളം എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ, ഇത് ശരിയാണ്. ഇനി വസ്തുവിൽ പ്രയോഗിച്ച ബലം എന്ന് പറയുന്നത് 20 N എന്ന് എഴുതിയിരിക്കുന്നു. ഇത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. കാരണം ന്യൂട്ടൺ എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിലുള്ള അളവാണ്. അപ്പോൾ ഏതെങ്കിലും വ്യക്തികളുടെ പേരിലുള്ള അളവുകൾ ഒരു ഒറ്റ ലെറ്റർ മാത്രം ഉപയോഗിച്ചാണ് എഴുതുന്നതെങ്കിൽ അത് ഏത് ലെറ്ററിലായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇതിന് പകരം 20 ന്യൂട്ടൺ എന്ന് മുഴുവനായിട്ട് എഴുതുവാണെങ്കിൽ, ഇത് ഇങ്ങനെ ന്യൂട്ടൺ എന്ന് മുഴുവനായിട്ട് എഴുതുവാണെങ്കിൽ മുഴുവൻ സ്മോൾ ലെറ്റർ ആയിരുന്നു വേണ്ടത്. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? സ്മോൾ ലെറ്റർ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ശരിക്കുള്ള എഴുതുന്നത് എങ്ങനെയാണ്? 20 ന്യൂട്ടൺ ആണ്, പക്ഷെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അത് എഴുതാൻ വേണ്ടിയിട്ട്. 20 ന്യൂട്ടൺ. പഞ്ചസാരയുടെ മാസ് 2 കിലോഗ്രാം എന്നുള്ളത് ശരിയാണ്, കാരണം എല്ലാ സ്മോൾ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. യൂണിറ്റിനും അതുപോലെ നമ്പറിനും ഇടയിൽ ഒരു ഗ്യാപ്പും ഉണ്ട്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഈ 2 അളവുകളാണ്. അപ്പം ആ യൂണിറ്റുകൾ എഴുതുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗം ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക. ഇനി 7ാമത്തെ ചോദ്യം കണ്ടോ, ഓർ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. എൻ്റെ അർത്ഥം എന്താ? ഇവിടെ 7ന് എയും ഉണ്ട് ബിയും ഉണ്ട്. നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്നേ എഴുതണ്ടു, അതാണ് ഇവിടെ ഓർന്ന് കൊടുത്തിരിക്കുന്നത്. ഒന്നെങ്കിൽ 7 എ എന്ന് ആൻസർ ഷീറ്റിൽ എഴുതിയിട്ട് അത് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ 7 ബി എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക? അത് അറ്റൻഡ് ചെയ്യുക. ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ എന്ത് ചെയ്യേണ്ടുള്ളൂ? അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: ഞെട്ടറ്റ് വീഴുന്ന മാങ്ങയുടെ ചലനത്തിനും അടിച്ചു തെറിപ്പിക്കുന്ന ക്രിക്കറ്റ് ബോളിൻ്റെ ചലനത്തിനും ബലം ആവശ്യമാണല്ലോ. ഈ 2 സാഹചര്യത്തിലും പ്രയോഗിക്കപ്പെട്ടത് ഏത് തരം ബലങ്ങളാണ്? വിശദമാക്കുക. ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ വീഴാൻ കാരണം ഏത് ബലമാണ്? ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലം മൂലമല്ലേ താഴേക്ക് വരുന്നത്? ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് എന്ത് ബലമാ? സമ്പർക്കരഹിത ബലം. നമ്മൾ 2 ടൈപ്പ് ബലം പഠിക്കുന്നുണ്ട്, സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും. അതിൽ സമ്പർക്കരഹിത ബലമായ ഗുരുത്വാകർഷണ ബലം മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ താഴേക്ക് പതിക്കുന്നത്. ഇനി അടിച്ചു തെറിപ്പിക്കുന്ന ക്രിക്കറ്റ് ബോളിൻ്റെ കേസിൽ നമ്മൾ എന്താണ്? ആ ബാറ്റ് ഉപയോഗിച്ച് പ്രയോഗിക്കുന്ന ബലമാണ് അല്ലേ? ബാറ്റ് പ്രയോഗിക്കുന്ന ബലമാണ്. ബാറ്റിലൂടെ നമ്മൾ പ്രയോഗിക്കുന്ന ബലം മൂലമാണ് ആ ബോളിന് ചലനം ഉണ്ടാകുന്നത്. അവിടെ 2 ഏത് അവസ്ഥയിലാണ് വരുന്നത്? സമ്പർക്കത്തിൽ വരുന്നതുകൊണ്ടല്ലേ, ബോൾ ബാറ്റിൽ തട്ടുന്നില്ലേ? അപ്പോൾ അതെന്ത് ബലമാണ്? സമ്പർക്ക ബലമാണ്. അപ്പോൾ ഒന്നാമത്തെ കേസിലുള്ളത് ഗുരുത്വാകർഷണ ബലം സമ്പർക്കരഹിത ബലവും, 2ാമത്തെ കേസിൽ ബാറ്റ് പ്രയോഗിക്കുന്നത് സമ്പർക്ക ബലവുമാണ്. ഇനി ബി ക്വസ്റ്റ്യൻ: പരുപരുത്ത പ്രതലത്തിലൂടെ ഭാരമുള്ള ഒരു പെട്ടി നിരക്കി നീക്കുമ്പോഴും അതേ പെട്ടി ടയർ ഘടിപ്പിച്ച ട്രോളിയിൽ വെച്ച് നീക്കുമ്പോഴും നാം പ്രയോഗിക്കേണ്ട ബലത്തിൻ്റെ അളവിൽ വരുന്ന മാറ്റം എന്ത്? കാരണം വിശദമാക്കുക. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ അറിയാം ഇത് ഏത് ഘർഷണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്? ഉരുളൽ ഘർഷണവും നിരങ്ങൽ ഘർഷണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ഏത് കേസിലായിരിക്കും നമുക്ക് പെട്ടി എളുപ്പത്തിൽ നിൽക്കാൻ വേണ്ടി പറ്റുക? ടയർ ഘടിപ്പിച്ച് അല്ലേ? അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ എങ്ങനെയായിരുന്നു എഴുതേണ്ടത്? ടയർ ഘടിപ്പിച്ച ട്രോളിയിൽ വെച്ച് നീക്കുമ്പോൾ എന്താണ്? വസ്തുവിനെ നീക്കാൻ എളുപ്പമാണ്. അതിന് കാരണം എഴുതേണ്ടത് എന്താണ്? ഉരുളൽ ഘർഷണം, അതായത് വസ്തുക്കൾ ഉരുളുമ്പോഴുള്ള ഉരുളൽ ഘർഷണം. ഉരുളൽ ഘർഷണം ഏതിനേക്കാൾ കുറവാണ്? ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ എന്താണ്? കുറവാണ്. ആ ഒരു കാരണമാണ് ഇവിടെ എഴുതേണ്ടത്. ഏത് സന്ദർഭത്തിലാണ് എളുപ്പത്തിൽ നീക്കാൻ പറ്റുക എന്നും അതിൻ്റെ കാരണവുമാണ് എഴുതേണ്ടത്. 8ാമത്തും ഇതേപോലെയാണ്. ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ എന്താ? 15 സെക്കൻഡ് കൊണ്ട് ഒരു ബസ് 225 മീറ്റർ സഞ്ചരിച്ചു. 21 സെക്കൻഡ് കൊണ്ട് ഒരു കാറ് 294 മീറ്റർ ദൂരം സഞ്ചരിച്ചു. 2 വാഹനങ്ങളുടെയും വേഗം കണക്കാക്കി ഇതിൽ വേഗം കൂടിയ വാഹനം ഏതെന്ന് കണ്ടെത്തുക. വേഗത കണ്ടെത്തുന്ന ഇക്വേഷൻ എന്താ? വേഗത സമം ദൂരം ബൈ സമയമാണ്. ഇതിൽ നിന്നും 3 കണ്ടെത്താൻ പഠിക്കണം. നമ്മൾ പഠിക്കുന്നതാണ്. ദൂരം ചോദിച്ചാലും ഇതിനെ അറേഞ്ച് ചെയ്യണം. വേഗത ഇൻറ്റു സമയം എന്ന് വരും. സമയം ചോദിച്ചാൽ എന്ത് വരും? ദൂരം ഹരിക്കണം വേഗത എന്ന് വരും. അപ്പം അതിവിടെ ചോദിച്ചിരിക്കുന്ന വേഗതയാണ്. അപ്പോൾ ഒന്നാമത്തെ ബസ്സിൻ്റെ വേഗത കണ്ടുപിടിക്കാൻ, ഒന്നാമത്തെ ബസ്സിൻ്റെ വേഗത എത്രയാണ്? അത് സഞ്ചരിച്ച ദൂരം 225 ആണ്. 225നെ 15 കൊണ്ട് ഹരിക്കുക. 225നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വേഗതയിലാണത് സഞ്ചരിച്ചതെന്ന് കിട്ടും. രണ്ടാമത്തേതിൽ എങ്ങനെയാണ് വേഗത കണ്ടുപിടിക്കാൻ? എന്താണ്? അത് സഞ്ചരിച്ച ദൂരം 294 ആണ്. 294നെ അതിനെടുത്ത സമയമായിട്ടുള്ള 21 കൊണ്ട് ഹരിക്കുക. നിങ്ങൾ ഹരിച്ച് നോക്കുക, അത്രയും മീറ്റർ പെർ സെക്കൻഡ്. വേഗതയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അത്രയാണോ നമ്പർ കിട്ടുന്നത് അത് എഴുതുക. അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും വേഗത. ഇതിൻ്റെ പരമായിട്ട് ദൂരമായിരുന്നു ചോദിച്ചെങ്കിൽ വേഗതയെ സമയം കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ദൂരം കിട്ടും. ആ 3 ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നത് പഠിക്കണം എക്സാമിന് നിർബന്ധമായിട്ട്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ: ഒരു കുട്ടി എയിൽ നിന്നും നോക്കുക, ഇതാണ് എയിൽ നിന്നും ബിയിലൂടെ സിയിലെത്തുന്നതിന് 9 സെക്കൻഡ് സമയമെടുത്തു. കുട്ടിയുടെ വേഗത കണ്ടെത്തുക. വേഗത കണ്ടെത്താൻ എന്ത് ചെയ്യണം? കുട്ടി സഞ്ചരിച്ച ദൂരം എയിൽ നിന്ന് ബിയിലേക്ക് ഒരു 4 മീറ്റർ,
പിന്നെ ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു 5 മീറ്റർ. അപ്പോൾ 5 4 എത്ര മീറ്റർ സഞ്ചരിച്ചു? 9 മീറ്റർ സഞ്ചരിച്ചു. അതിന് എത്ര സമയം എടുത്തു എന്നാണ് പറയുന്നത്? 9 സെക്കൻഡ് സമയം എടുത്തു. അപ്പോൾ വേഗത കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വേഗത സമം ദൂരം ബൈ സമയമാണ്. വേഗത സമം ദൂരം ബൈ സമയം. ദൂരം എത്രയാണ്? 9 മീറ്റർ. അതിനെടുത്ത സമയം 9 സെക്കൻഡ്. അപ്പോൾ 9നെ 9 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. 1 മീറ്റർ പെർ സെക്കൻഡാണ് എന്ത് ചെയ്യുന്നത്? കുട്ടിയുടെ വേഗത. ഇനി കുട്ടി സിയിൽ നിന്ന് പുറപ്പെട്ട് ഇരട്ടി വേഗത്തിൽ സഞ്ചരിച്ച്, എവിടെ നിന്ന് പുറപ്പെട്ടിരുന്ന? സിയിൽ നിന്ന് പുറപ്പെട്ട് ഇരട്ടി വേഗത്തിൽ സഞ്ചരിച്ച് സിയിൽ തന്നെ തിരിച്ചെത്താൻ ആവശ്യമായ സമയം കണക്കാക്കുക എന്നാണ് പറഞ്ഞത്. സിയിൽ നിന്ന് ഇപ്പോൾ കുട്ടിയുടെ വേഗത എത്രയാ? ഇപ്പോൾ കുട്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേഗത എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ്. അവരെന്താ പറയുന്നത്? വേഗത ഇരട്ടിയാകുന്നു. ഇരട്ടി വേഗതയാകുക എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഇരട്ടി എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലായിരിക്കും കുട്ടി സഞ്ചരിക്കുന്നത്. ഇനി എന്താ? കുട്ടി എന്ത് ചെയ്യുന്നു? എവിടുന്ന? സിയിൽ നിന്ന് സഞ്ചരിച്ച് സിയിൽ തന്നെ എത്തി. അതായത് എന്ത് ചെയ്യുന്നു? സിയിൽ നിന്ന് സഞ്ചരിച്ച് സിയിൽ തന്നെ എത്തണമെങ്കിൽ സിയിൽ നിന്ന് എ വരെ 3 മീറ്റർ, ഇങ്ങോട്ടേക്ക് 4 മീറ്റർ, ഇങ്ങോട്ടേക്ക് 5 മീറ്റർ. കുട്ടി ആകെ സഞ്ചരിച്ച ദൂരം ഒപ്പം എത്രയായിരിക്കും? സിയിൽ നിന്ന് സഞ്ചരിച്ച് സിയിലെത്താൻ 3 + 4 + 5 ആണ്. അപ്പോൾ എത്ര കിട്ടും? 5 4 9 3 12 മീറ്റർ ആയിരിക്കും സഞ്ചരിച്ചത്. അതിനെടുക്കുന്ന വേഗത 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ചോദിച്ചിരിക്കുന്നത് സമയമാണ്. സമയം കണക്കാക്കാൻ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതണം? ഇവിടെ നിന്നും സമയം കണക്കാക്കണമെങ്കിൽ സമയവും വേഗതയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. സമയം കണ്ടെത്തണമെങ്കിൽ ദൂരത്തിനെ ഏതുകൊണ്ട് ഹരിക്കണം? വേഗത കൊണ്ട് ഹരിക്കണം. ദൂരം എന്ന് പറയുന്നത് 12 മീറ്റർ ആണ് ഈ രണ്ടാമത്തെ സന്ദർഭത്തിൽ. അതിനെടുക്കുന്ന വേഗത എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 12നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോൾ യൂണിറ്റ് സമയമാണ് സെക്കൻഡ്. അപ്പോൾ അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആയിരിക്കും? 6 സെക്കൻഡ് ആയിരിക്കും. ഇരട്ടി വേഗത്തിൽ സഞ്ചരിച്ചാൽ സിയിൽ നിന്ന് തുടങ്ങി സിയിൽ തന്നെ തിരിച്ചെത്താൻ കുട്ടി എത്ര സമയം എടുക്കും? 6 സെക്കൻഡാണ് സമയം എടുക്കുക. ഇനി സെക്ഷൻ സി ആണ്. ഇതിന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു കാറിൻ്റെ ഓഡോമീറ്ററും സ്പീഡോമീറ്ററും പഠിക്കുന്നില്ലേ? ഓഡോമീറ്റർ എന്താ തരുന്നത്? ആ വസ്തു അല്ലെങ്കിൽ ആ ഒരു വാഹനം സഞ്ചരിച്ച ആകെ ദൂരമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ സ്പീഡോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ? വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തെ വേഗതയാണ് തരുന്നത്. ഇവിടെ ചോദ്യം എന്താ? വാഹനം ഇതുവരെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? ഇതുവരെ സഞ്ചരിച്ച ദൂരം ഇതിൽ ഏതാ തരുന്നത്? ഓഡോമീറ്റർ ആണ് തരുന്നത്. അത് എത്രയാണ്? 8000 കിലോമീറ്റർ ആണ്. വസ്തു അല്ലെങ്കിൽ വാഹനം ഇതുവരെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 8000 കിലോമീറ്റർ ആണ്. ഇതിനെ എന്തിലേക്ക് മാറ്റി എഴുതാൻ പറഞ്ഞിരിക്കുന്നു? SI യൂണിറ്റിലേക്ക്. നമ്മൾ പഠിക്കുന്നതാണല്ലേ വിവിധ യൂണിറ്റുകൾ. ഇപ്പോൾ സെക്കൻഡ്, മിനിറ്റിൽ തന്നാൽ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അതായത് സെക്കൻഡിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഗുണിക്കണം. മണിക്കൂറിൽ തന്നാലോ? മണിക്കൂറിൽ തന്നാൽ 2 തവണ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഗുണിക്കണം. ഇതൊക്കെ പഠിക്കുന്നില്ലേ? അതേപോലെ കിലോമീറ്റർ അല്ല ദൂരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താ? മീറ്ററാണ്. അപ്പോൾ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എത്ര കൊണ്ട് നമ്മൾ ഗുണിക്കണം? 1000 കൊണ്ട് ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? 1000 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇതിനെ 1000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 8 കഴിഞ്ഞിട്ട് എത്ര പൂജ്യം വരും? ഈ 3 മൊത്തം 6 പൂജ്യം വരും. ഇത്രയും മീറ്ററാണ് വാഹനം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. ഇനി റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ കാൽനട യാത്രക്കാർ പാലിക്കേണ്ട 2 നിയമങ്ങൾ. അത് ജനറലായിട്ട് അറിയാലോ. നടക്കുന്ന സമയത്ത്, റോഡിലൂടെ നടക്കുന്ന സമയത്ത് ഏത് സൈഡിലൂടെ നടക്കണം? വലതുവശത്തുകൂടി നടക്കണം. നടക്കുന്ന ഫുട്പാത്ത് ഉള്ളിടങ്ങളിൽ ഫുട്പാത്ത് യൂസ് ചെയ്യണം. റോഡ് മുറിച്ച് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ വരുന്നില്ല എന്ന കാര്യം ഉറപ്പാക്കണം. റോഡ് മുറിച്ച് കിടക്കാൻ സീബ്ര ലൈനിൻ്റെ സഹായം ഉപയോഗിക്കണം. സിഗ്നലുകൾ നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റോഡ് മുറിച്ച് കിടക്കാൻ പാടുള്ളൂ. റോഡിലൂടെ കൂട്ടമായി നടക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജനറലായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റോഡ് അപകടങ്ങൾ ഒഴിവാക്കാനൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതുകയാണ് വേണ്ടത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു നിശ്ചിത ആകൃതിയില്ലാത്ത കല്ലിൻ്റെ സാന്ദ്രത തന്നിട്ടുണ്ട്. അളവുജാർ, ജലം, നൂല് ഇവ ഉപയോഗപ്പെടുത്തി കല്ലിൻ്റെ മാസ് കണ്ടെത്തുന്നതിന് ഒരു പ്രവർത്തനക്രമം. അതായത് കല്ലിൻ്റെ സാന്ദ്രത തന്നു. അപ്പോഴേ നിങ്ങൾ ഓർക്കണം, സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സാന്ദ്രത എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? മാസ് ഹരിക്കണം വ്യാപ്തമാണ് അല്ലേ? മാസിനെ വ്യാപ്തം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് സാന്ദ്രത കിട്ടുന്നത്. അപ്പം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സാന്ദ്രത. ഇത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? മാസ് കണ്ടെത്തണം. മാസ് കണ്ടെത്തുകയും വേണം. അപ്പം എങ്ങനെ നമുക്ക് ഈ പറയുന്ന കാര്യം കണ്ടെത്താന്നുള്ളതാണ്. മാസ് കണ്ടെത്തണമെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് മാസ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഇത് ഈ വ്യാപ്തത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ, അതായത് സാന്ദ്രതയെ ഏതുകൊണ്ട് ഗുണിച്ചാൽ നമുക്ക് മാസ് കിട്ടും? വ്യാപ്തം കൊണ്ട് ഗുണിച്ചാൽ. സാന്ദ്രതയെ വ്യാപ്തം കൊണ്ട് ഗുണിച്ചാൽ മാസ് കിട്ടും. അപ്പം നമുക്ക് മാസ് കാണാൻ ഇവിടെ സാന്ദ്രത തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി വ്യാപ്തം കണ്ടുപിടിച്ചാൽ മതി.
വ്യാപ്തം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കല്ലിൻ്റെ നീളം, വീതി, ഉയരം ഇങ്ങനെ കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു നിശ്ചിത ആകൃതി ഇല്ലാത്ത കല്ലാണ്. നിശ്ചിത ആകൃതി ഇല്ലാത്ത വസ്തുക്കളുടെ വ്യാപ്തം കാണാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതാ? അളവുജാർ ഉപയോഗിച്ച് വ്യാപ്തം കണ്ടെത്തുന്ന വിധം എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? ആ പരീക്ഷണക്രമം നോട്ട്ബുക്കിൽ തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക. ആ പ്രക്രിയ പ്രകാരം എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് വ്യാപ്തം കണ്ടുപിടിക്കാം. ആ വ്യാപ്തവും ഇവിടെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് കല്ലിൻ്റെ സാന്ദ്രത തന്നിട്ടുണ്ടെന്ന്. സാന്ദ്രതയും തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് മാസ് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് നിങ്ങൾ എക്സ്പ്ലനേഷൻ എഴുതേണ്ടത്. എങ്ങനെ എഴുതണം? സാന്ദ്രത എന്ന് പറയുന്നത് മാസ് ഹരിക്കണം വ്യാപ്തമാണ്. അതിൽ നിന്നും മാസ് സമയം എങ്ങനെ എഴുതാം? സാന്ദ്രത ഗുണിക്കണം വ്യാപ്തം എന്ന് എഴുതാം. അപ്പോൾ വ്യാപ്തം കണ്ടെത്താൻ നമുക്ക് അളവുജാറിൻ്റെ സഹായത്തോടു കൂടി വ്യാപ്തം കണ്ടെത്താം. എന്ത് ചെയ്യുക? അളവുജാറിൽ ഇപ്പോൾ ഒരു 50 മില്ലി വെള്ളം എടുക്കുന്നു, അതിലേക്ക് നമ്മളൊരു നൂലിൽ കെട്ടിയിട്ട് കല്ല് ഇറക്കുന്നു. അപ്പോൾ അതിൻ്റെ പുതിയ അളവ് എന്ന് പറയുമ്പോൾ കല്ലിറക്കുമ്പോൾ വെള്ളത്തിൻ്റെ നിരപ്പ് ഉയരുമല്ലോ. ആ വ്യത്യാസം, ആദ്യമുള്ള ജലനിരപ്പും ഇപ്പോൾ ഉള്ള ജലനിരപ്പും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിലെ വ്യത്യാസം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? വ്യാപ്തം കിട്ടും. ആ വ്യാപ്തത്തിനെ തന്നിരിക്കുന്ന സാന്ദ്രതയുമായി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? മാസ് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ വേർഡ്സിൽ അത് എഴുതുവാണ് വേണ്ടത്. ആ പരീക്ഷണം വേർഡ്സിൽ എഴുതുവാണ് വേണ്ടത്. പക്ഷേ നിങ്ങൾ ഓർക്കണം, നമുക്ക് ഈ ഇക്വേഷൻ്റെ സഹായത്തോടു കൂടിയാണ് കണ്ടുപിടിക്കുക. അതിനാണ് അവർ പറഞ്ഞത് സാന്ദ്രത തന്നിട്ടുണ്ട്, അപ്പോഴേ സാന്ദ്രതയുടെ ഇക്വേഷൻ എഴുതിയിട്ട് ഈ രീതിയിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ? ഒരേ വലിപ്പമുള്ള 100 പേപ്പറുകൾ, ഒരേ വലിപ്പമുള്ള 100 പേപ്പറുകളും ഒരു സ്കെയിലും തന്നിട്ടുണ്ട്. ഇവ ഉപയോഗിച്ച് ഒരു പേപ്പറിൻ്റെ വ്യാപ്തം കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രവർത്തന ക്രമം വിശദീകരിക്കുക. വ്യാപ്തം കണ്ടെത്തണമെങ്കിൽ എന്താ ശരിക്കും വ്യാപ്തം കണ്ടെത്തേണ്ട ഇക്വേഷൻ? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. ഇപ്പോൾ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഉയരം എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ ആ തിക്നെസ്, വണ്ണമല്ലേ? നമുക്ക് നീളവും വീതിയും മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നേരിട്ട് കണ്ടുപിടിക്കാം. ഉയരം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 100 പേപ്പറുകൾ അടുക്കി വെക്കുന്നു. എന്നിട്ട് ആ 100 പേപ്പറിൻ്റെയും കൂടെ ഉയരം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ കിട്ടിയ നമ്പറിനെ എന്തുകൊണ്ട് ഹരിക്കണം? 100 കൊണ്ട് ഹരിക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഒരു പേപ്പറിൻ്റെ കനം കിട്ടും. ആ ഒരു പേപ്പറിൻ്റെ കനം എന്ന് പറഞ്ഞാൽ എന്താ? ആ പേപ്പറിൻ്റെ ഉയരമാണ്. പിന്നെ നീളവും വീതിയും നമുക്ക് ആ മീറ്റർ സ്കെയിൽ കൊണ്ട് സാധാരണ നമ്മൾ സ്കെയിൽ കൊണ്ട് അളക്കുന്ന പോലെ അളന്നെടുത്തൂടെ? എന്നിട്ട് എന്ത് ചെയ്യുക? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം എന്ന് പറയുന്ന സമവാക്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പറിൻ്റെ വ്യാപ്തം കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇത് രണ്ടും, ഇത് കൂടാതെ നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് സമയം അളക്കുന്ന വിധം, അങ്ങനെ ഒരു പരീക്ഷണം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആ 3 പരീക്ഷണവും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഇത് മനസ്സിലായല്ലോ? പേപ്പറിൻ്റെ വ്യാപ്തം കണ്ടെത്തണമെങ്കിൽ പേപ്പറിൻ്റെ നീളം വീതി ഉയരം എന്നിവ വേണം. നീളവും വീതിയും നമുക്ക് സാധാരണ സ്കെയിൽ ഉപയോഗിച്ച് അളന്നെടുക്കാം. പക്ഷേ പേപ്പറിൻ്റെ തിക്നെസ് നമുക്ക് അളക്കാൻ പറ്റില്ല, വളരെ ചെറുതാണ്. അതിനെന്ത് ചെയ്യണം? 100 പേപ്പറുകൾ അടുക്കി വെച്ചിട്ട് ആ 100 പേപ്പറിൻ്റെയും കൂടി കനം നമ്മൾ കണ്ടെത്തുന്നു. അതിപ്പോൾ 10 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. ആ 10 സെൻറ്റിമീറ്ററിനെ പേപ്പറുകളുടെ എണ്ണം 100 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.1 കിട്ടും. എത്ര കിട്ടും? 0.1. 0.1 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ആ പേപ്പറിൻ്റെ ഒരു പേപ്പറിൻ്റെ കനം. ആ ഒരു പേപ്പറിൻ്റെ കനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉയരമാണ്. അപ്പോൾ എന്ത് കിട്ടും? നീളവും വീതിയും അല്ലാതെ കിട്ടും. അതിനെ നമ്മൾ ഈ പരീക്ഷണത്തിലൂടെ ചെയ്ത് കണ്ടുപിടിച്ച ഉയരം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പറിൻ്റെ വ്യാപ്തം കണ്ടെത്തണം. നിങ്ങൾക്ക് ആ നമ്പറൊന്നും കണ്ടുപിടിക്കേണ്ട, നിങ്ങൾ ആ ചെയ്യുന്ന രീതി എന്ത് ചെയ്താൽ മതി? വിശദീകരിച്ച് എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷം ഫിസിക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിക്കല്ല, ഈ ഭാഗങ്ങൾ ഏത് നമ്മൾ പഠിച്ച എന്ത് കാര്യം ഉപയോഗിച്ചിട്ടായിരുന്നു ഇവിടെ ഓരോ ഉത്തരം എഴുതേണ്ടി വന്നത്, ആ ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നന്നായിട്ട് വായിച്ച് പഠിക്കുക. നമ്മൾ തിയറി മാത്രം പഠിച്ചാൽ പോരാ, ക്വസ്റ്റ്യൻ നേരിട്ട് ഒരിക്കലും ചോദിക്കില്ല. നിങ്ങൾ എത്രത്തോളം അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ പാർട്ട്, അതായത് ഫിസിക്സ് കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ട എന്താണ്? കെമിസ്ട്രി ആണ്. അതായത് രസതന്ത്രം. ഇതാ ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ നമ്മൾ മൂലകങ്ങളും പ്രതീകങ്ങളും പഠിച്ചു. അലുമിനിയത്തിൻ്റെ പ്രതീകം എന്താണ്? AL ആണ്. അതായത് 1 നേരെ വരേണ്ടത് C ആണ്. ഇരുമ്പെന്ന് പറയുമ്പോൾ എന്താ? ഫെറമാണ്. അപ്പം Fe ആണ്. അപ്പം 2 നേരെ വരേണ്ടത് എന്താണ്? D ആണ്. 3 ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ എന്താണ്? F ആണ്. ഫ്ലൂറിൻ എന്ന് പറയുമ്പം F ആണ്. അപ്പം 3 നേരെ വരേണ്ടത് A ആണ്. സ്വർണം ഓറമാണ്. അപ്പം AU ആണ്. അപ്പം സ്വർണത്തിന് നേരെ വരേണ്ടത് B ആണ്. അപ്പോൾ ഈ ഓർഡറിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. എന്ത്? 1C 2D 3A 4B. ആ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഈ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഓപ്ഷൻ. ഇതാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷനാണ് അവിടെ കറക്റ്റായിട്ട് വരിക. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കണം ഈ ഓപ്ഷൻ. ചിലപ്പോൾ നിങ്ങൾ ഇത് ശരിയായിട്ട് കണ്ടുപിടിക്കും, ഇത് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 2 പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. വൈദ്യുത ലേപന പ്രക്രിയ വഴി ചെമ്പുവളയിൽ സ്വർണം പൂശാൻ സാധിക്കും. ഈ പ്രക്രിയയിൽ ചെമ്പുവള ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് ബന്ധിപ്പിക്കുന്നു. ഇത് ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്?
നമ്മൾ പഠിക്കുന്നില്ലേ, വൈദ്യുത രാസപ്രവർത്തനം പഠിക്കുന്ന സമയത്താണ് നമ്മൾ വൈദ്യുത ലേപനത്തെ പറ്റി പഠിക്കുന്നത് അല്ലേ. വൈദ്യുത ലേപനത്തെ പറ്റി പഠിക്കുന്നത്, വൈദ്യുത ലേപനത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് നമുക്ക് എന്തിൻ്റെ മുകളിൽ എന്താണോ ചെയ്യേണ്ടത്, അത് ഏതിനോട് ഘടിപ്പിക്കണം എന്നുള്ളത്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? വൈദ്യുത ലേപന പ്രക്രിയ വഴി ചെമ്പുവളയിൽ സ്വർണം പൂശാൻ സാധിക്കുമെന്നുള്ള പ്രസ്താവന ശരിയാണ്. ചെമ്പുവളയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്വർണം പൂശാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത ചോദ്യം എന്താ? ഈ പ്രക്രിയയിൽ ചെമ്പുവള ബാറ്ററിയുടെ ഏത് ടെർമിനലിനോട് കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. ചെമ്പുവളയിലല്ലേ പൂശേണ്ടത്? എന്തുകൊണ്ടാണ് പൂശേണ്ടത്? സ്വർണം കൊണ്ട്. ഏതുകൊണ്ടാണോ പൂശേണ്ടത് അതേതാ? പോസിറ്റീവ് ടെർമിനലോടും. ഏതിലാണോ പൂശേണ്ടത് അതേതായിരിക്കും? നെഗറ്റീവ് ടെർമിനലിനോടും ആയിരിക്കും കണക്ട് ചെയ്യേണ്ടത്. അപ്പം ചെമ്പുവളയിലാണ് നമുക്ക് കോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഏതായിരിക്കും? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടായിരിക്കും ബന്ധിക്കുന്നത്. നന്നായിട്ട് ആ ചിത്രം വരയ്ക്കാൻ പഠിക്കണം. അതിലുപയോഗിക്കുന്ന എന്താണ്? ലായനിയുടെ പേരുകൾ, വിവിധ ലോഹങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള ലായനിയുടെ നമ്മൾ പഠിക്കുന്നില്ലേ, അപ്പോൾ അതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. ചിത്രം വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകാതിരിക്കണം. പോസിറ്റീവും നെഗറ്റീവും മാറി വരയ്ക്കാതിരിക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? പ്രസ്താവന 1 ശരിയാണ്, 1 തെറ്റാണ്. പ്രസ്താവന എന്താണ്? 2 ശരിയാണ്. അപ്പോൾ വരുക എങ്ങനെയാണ്? ഇതാ ബി ആണ് വരിക. പ്രസ്താവന 2 ശരിയാണ്, എന്നാൽ പ്രസ്താവന 1 തെറ്റാണ്. ഇനി അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങളും ഓക്സിജൻ്റെ 1 ആറ്റവും ചേർന്ന് ഒരു ജലതന്മാത്ര ഉണ്ടാകുന്നു. ഓക്സിജൻ്റെ 2 ആറ്റങ്ങൾ ചേർന്ന് ഒരു ഓക്സിജൻ തന്മാത്ര ഉണ്ടാകുന്നു. ക്വസ്റ്റ്യൻ. രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത പദാർത്ഥങ്ങൾ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത പദാർത്ഥങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദ്യം. നമ്മൾ ഏതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോഴേ ഇങ്ങനെ പഠിച്ചേ? മൂലകങ്ങളെ പറ്റിയാണ്. ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഇവയെ രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 71 പച്ച കളർ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ ഏതാ വരിക? മൂലകങ്ങളാണ്. ഏതാണ്? മൂലകങ്ങൾ എന്നാണ് വരിക. ഇനി ജലം ഒരു സംയുക്തമാണ്, അത് വിശദീകരിക്കാനാണ് പറഞ്ഞത്. സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? 2ഓ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്നവരാണ് സംയുക്തം. ഇവിടെ നോക്കിയാൽ ജലത്തിൽ എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങളും ഓക്സിജൻ്റെ 1 ആറ്റവും. നോക്കിയേ, വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ ചേർന്നിട്ടല്ലേ ജലം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത്. ജലം വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്നതിനാൽ, ജലം വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ജലം വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. അതിനാൽ ജലം എന്ന് പറയുന്നത്, ഞാൻ കംപ്ലീറ്റ് എഴുതുന്നില്ല, അതിനാൽ ജലം എന്ന് പറയുന്നത് എന്താണ്? ഒരു സംയുക്തമാണ്. വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ ചേർന്നാണ്, ഒരു നിശ്ചിതമായ അളവിൽ ചേർന്നിട്ടാണ് സംയുക്തങ്ങൾ രൂപപ്പെടുന്നത്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം സിൽവർ നൈട്രേറ്റ് ലായനി എടുത്ത് അതിലേക്ക് സോഡിയം ക്ലോറൈഡ് ചേർക്കുന്നു. ഉണ്ടാകുന്ന ഉൽപ്പന്നം 2 കഷ്ണം പഞ്ഞിയിൽ മുക്കി, ഒന്ന് കറുത്ത കടലാസിൽ പൊതിഞ്ഞും മറ്റേത് തുറന്നും അല്പസമയം വെക്കുന്നു. ഈ പരീക്ഷണത്തിൻ്റെ നിഗമനവും നിരീക്ഷണവും എഴുതുക. നമ്മൾ പഠിക്കുന്നതാണ് ഏതാ? പ്രകാശ രാസപ്രവർത്തനത്തിൽ പഠിക്കുന്നതാണ് ഈ ഒരു പരീക്ഷണം അല്ലേ. പ്രകാശ രാസപ്രവർത്തനം, പ്രകാശവുമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നിറം മാറുന്ന കേസ് നമ്മൾ പഠിക്കുന്നല്ലേ. അപ്പം ഇതിന് കാരണം എന്തായിരുന്നു? ഇവിടെ സിൽവർ നൈട്രേറ്റും അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡുമാണ് ചേർക്കുന്നത്. അപ്പം സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും ചേർന്നിട്ടായിട്ട് മാറും സിൽവർ ക്ലോറൈഡ് ആയിട്ട് മാറും. നമ്മൾ നോട്ടിൽ ഇത് അതേപോലെ പഠിക്കുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. പേജ് നമ്പർ 59 ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ സിൽവർ ക്ലോറൈഡ് ഉണ്ടാവും. ഈ സിൽവർ ക്ലോറൈഡ് വിഘടിച്ചിട്ട് എന്തായിട്ട് മാറും? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സിൽവറും ക്ലോറിനുമായിട്ട് മാറും. എന്താണ്? സിൽവറും ക്ലോറിനുമായിട്ട് മാറും. ആ സിൽവർ ഉണ്ടാകുന്നത് മൂലമാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു കറുത്ത നിറം കാണപ്പെടുന്നത്. കറുത്ത അല്ലെങ്കിൽ അടച്ചു വെച്ചതിൽ എന്താണ്? സൂര്യപ്രകാശവുമായിട്ട് പ്രവർത്തനം നടക്കുന്നില്ല, രാസപ്രവർത്തനം നടക്കുന്നില്ല, അതുകൊണ്ട് അതിന് നിറം മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് അവിടെ എഴുതേണ്ടത്. ഇനി അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്, ജീവന്റെ നിലനിൽപ്പിന് തന്നെ കാരണമാകുന്ന പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്ന ഊർജ്ജമാറ്റം. പ്രകാശ സംശ്ലേഷണത്തിൽ ഏത് ഊർജ്ജമായിട്ടാണ് മാറുന്നത്? പ്രകാശ സംശ്ലേഷണത്തിൽ സസ്യങ്ങൾ പ്രകാശോർജ്ജം ആഗിരണം ചെയ്യും അല്ലേ. പ്രകാശോർജ്ജം ആഗിരണം ചെയ്തിട്ട് എന്താ നിർമ്മിക്കുന്നത്? ഗ്ലൂക്കോസ് ആണ് നിർമ്മിക്കുന്നത്. അതൊരു രാസവസ്തു അല്ലേ. അപ്പോൾ അതിനെ എന്താക്കി മാറ്റുകയാണ്? രാസോർജ്ജമാക്കി മാറ്റുകയാണ്. അപ്പോൾ പ്രകാശോർജ്ജം ആഗിരണം ചെയ്ത് അതിനെ എന്ത് ഊർജ്ജമാക്കി മാറ്റുന്നു? രാസോർജ്ജമാക്കി മാറ്റുകയാണ് പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്നത്.
ഇനി അടുത്തത്, ചില മരുന്നുകൾ ബ്രൗൺ നിറമുള്ള കുപ്പികളിൽ സൂക്ഷിക്കുന്നു. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബ്രൗൺ നിറമുള്ള കുപ്പികളിൽ സൂക്ഷിക്കാൻ എന്താണ്, എന്തുമായിട്ടുള്ള രാസപ്രവർത്തനം ഒഴിവാക്കാനാണ്, സൂര്യപ്രകാശവുമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകാശവുമായിട്ടുള്ള രാസപ്രവർത്തനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ബ്രൗൺ നിറമുള്ള കുപ്പികളിൽ മരുന്നുകൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ ആ കാരണം എഴുതാം. ഇനി അടുത്തത്, കാൽസ്യം കാർബണേറ്റ് വിഘടിക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം നൽകിയിരിക്കുന്നു. CaCO3 ആണ് കാൽസ്യം കാർബണേറ്റ്. അത് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു. ഈ രാസപ്രവർത്തനത്തിലെ ഉൽപ്പന്നങ്ങൾ, ഈ സൈഡിൽ എഴുതുന്നവരെന്താ, ഇത് അഭികാരകമാണ്, ഈ സൈഡിൽ എഴുതുന്നത് ഉൽപ്പന്നമാണ്. ഈ രാസപ്രവർത്തനത്തിലെ ഉൽപ്പന്നങ്ങൾ ആരൊക്കെയാ, കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഇനി ഒരു ചോദ്യം നിങ്ങളോട് പറയാണ്, സൾഫർ ഓക്സിജനുമായി പ്രവർത്തിച്ച് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്ന രാസപ്രവർത്തനം. സൾഫർ എന്ത് ചെയ്യുന്നു, ഓക്സിജനുമായി പ്രവർത്തിക്കുന്നു. സൾഫർ ഓക്സിജനുമായി പ്രവർത്തിച്ച് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്ന രാസപ്രവർത്തനം. ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ O2 ആണ്. ഓക്സിജൻ എപ്പോഴും 2 പേര് ചേർന്നാണ് കാണപ്പെടുക. ഇതുമായിട്ട് പ്രവർത്തിച്ച് എന്തായിട്ട് മാറും, SO2 ആയിട്ട് മാറും. സൾഫർ ഓക്സിജനുമായി പ്രവർത്തിച്ച് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്ന രാസപ്രവർത്തനം ഇതാണ്. സൾഫർ ഓക്സിജനുമായി പ്രവർത്തിച്ച് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. രാസസമവാക്യം എഴുതാൻ നമ്മൾ പഠിക്കുന്നതാണ്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും ദ്രവ്യം എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് മാസ് എന്ന് പറഞ്ഞാൽ? മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഫിനേഷൻ പഠിക്കുന്നതാണ്. അതായത് ഒരു പദാർത്ഥത്തിൽ നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ്, ഒരു പദാർത്ഥം നിർമ്മിച്ചിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാസ് എന്ന് വിളിക്കുന്നത്. എത്രത്തോളം ദ്രവ്യം ഉപയോഗിച്ചിട്ടാണ് ആ പദാർത്ഥം നിർമ്മിച്ചിരിക്കുന്നത്, ആ അളവിനെയാണ് ആ പദാർത്ഥത്തിൻ്റെ എന്ന് വിളിക്കുന്നത്, മാസ് എന്ന് പറയുന്നത്. ഇനി ദ്രവ്യത്തിന്, അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പോൾ അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു പരീക്ഷണം. വളരെ സിമ്പിളാണ് പരീക്ഷണം. നമ്മൾ കാക്ക എന്ത് ചെയ്യുന്നു, കല്ലിട്ടിട്ട് ജലനീർപ്പ്, കുടത്തിൽ കല്ലിട്ട് വെള്ളം കുടിക്കുന്ന കഥയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ, അതായത് ഒരു ഗ്ലാസ് എടുക്കുക, ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു കല്ലിടുക. കല്ലിടുന്ന സമയത്ത് ജലനിരപ്പ് ഉയരുന്നതായിട്ട് കണ്ടു. അതിന് കാരണം എന്താ, ഈ പറയുന്ന മാസും അതുപോലെ തന്നെ എന്താണ്, ദ്രവ്യം കൊണ്ട് നിർമ്മിച്ച മാസുള്ള പദാർത്ഥമായ കല്ല്. ആ കല്ലിന് എന്ത് വേണം, അവിടെ സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമാണ്. ആ സ്ഥലം അത് എടുക്കുന്നത് കൊണ്ടാണ് ആ ജലനിരപ്പ് എന്ത് ചെയ്യുന്നത്, ഉയരുന്നത്. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്താൽ മതി, ഒരു പരീക്ഷണം പോലെ. പരീക്ഷണത്തിൻ്റെ ഫോമിലൊന്നും എഴുതണമെന്നില്ല, 1 മാർക്കേ ഉള്ളൂ. ജസ്റ്റ് ഒരു 2 ലൈനായിട്ട് എഴുതിയാൽ മതി. ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിലേക്ക് കല്ലിടുന്ന സമയത്ത് ജലനിരപ്പ് ഉയരുന്നതായി കണ്ടു. ഇതിനർത്ഥം എന്താണ്, ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായി. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, സോഡിയം ജലവുമായി പ്രവർത്തിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ വാതകവും ഉണ്ടാകുന്നു. ഈ പ്രവർത്തനം ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ എന്നാണ്. അത് കാണുമ്പോഴേ അറിയാം ഇത് ഏത് മാറ്റമാണ്, രാസമാറ്റമാണ്. അതായത് രാസമാറ്റത്തിൽ എന്തുണ്ടായിരിക്കും, പുതിയ പദാർത്ഥങ്ങൾ. ഇവിടെ നോക്കിയേ, സോഡിയം ജലവുമായി പ്രവർത്തിച്ച് പുതിയ 2 പദാർത്ഥങ്ങൾ ഉണ്ടായി. ആരൊക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡും ഉണ്ടായി, അതുപോലെ തന്നെ ഹൈഡ്രജൻ വാതകവും ഉണ്ടായി. അപ്പോൾ എന്താണ്, ഒരു രാസപ്രവർത്തനത്തിൽ പുതിയ വസ്തുക്കൾ അല്ലെങ്കിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അത്തരം മാറ്റം ഏതാണ്, രാസമാറ്റമാണ്. അപ്പോൾ രാസമാറ്റത്തിൻ്റെയും ഭൗതിക മാറ്റത്തിൻ്റെയും പ്രത്യേകതകളും ഉദാഹരണങ്ങളും എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് രാസമാറ്റത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്തത്, നിരവധി ശാസ്ത്രജ്ഞരുടെ ശ്രമഫലമായാണ് നാം ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക ആവർത്തന പട്ടികയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ചുവടെ നൽകിയിരിക്കുന്ന ശാസ്ത്രജ്ഞർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുക. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലവോസിയാണ്. ലവോസിയാണ് എന്ത് ചെയ്തത്, മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ലവോസിയ. അദ്ദേഹം എന്ത് ചെയ്തു, മൂലകങ്ങൾ എങ്ങനെയായിരുന്നു മക്കളെ വർഗീകരിച്ചത്, ലോഹങ്ങളെന്നും. ലവോസിയ എങ്ങനെ വർഗീകരിച്ചു, ലോഹങ്ങളെന്നും അതുപോലെ തന്നെ എന്താണ്, അലോഹങ്ങളെന്നുമാണ്. ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചതാണ് ലാവോസിയ. ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നുമാണ് വർഗീകരിച്ചത്. അടുത്ത ആരാണ്, ന്യൂലാൻസ് ആണ്. ന്യൂലാൻസ് ഏത് നിയമം കൊണ്ടുവന്ന ആളാണ്, അഷ്ടക നിയമം കൊണ്ടുവന്ന ആളാണ്. അപ്പം മൂലകങ്ങളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചത്, അറ്റോമിക മാസിൻ്റെ, മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ചു. മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ചു. വേണമെങ്കിൽ ഒരു സെൻറ്റൻസും കൂടെ എഴുതാം. ഇങ്ങനെ വർഗീകരിച്ചപ്പോൾ 8ാമത്തെ മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി. ആ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ വേണേൽ എഴുതാം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാലും ഓക്കെയാണ്. ഇത് അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ചു എന്നുള്ളത്. ഇനി അടുത്തത്, മെൻഡലീഫ് മൂലകങ്ങളെ വർഗീകരിച്ചത് എങ്ങനെയാണ്. മെൻഡലീഫ് ഇതേ കാര്യം തന്നെയാണ് ചെയ്തത്. മെൻഡലീഫ് എങ്ങനെയാണ് വർഗീകരിച്ചത്, മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് വർഗീകരിച്ചത്.
മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മ എന്തായിരുന്നു? കുറേ മേന്മകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലൊന്ന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. കണ്ടെത്താനുള്ള മൂലകങ്ങൾക്ക് അദ്ദേഹം എന്ത് ചെയ്തു? സ്ഥാനമൊഴിച്ചിട്ടു. ഞാൻ കംപ്ലീറ്റ് സെൻറ്റൻസ് എഴുതുന്നില്ല. കണ്ടെത്താനുള്ള മൂലകങ്ങൾക്കായി എന്ത് ചെയ്തു? സ്ഥാനമൊഴിച്ചിടുകയും അവയുടെ എന്ത് കണ്ടെത്തുക അല്ലെങ്കിൽ എന്ത് പറയുകയും ചെയ്തു? അവയുടെ സവിശേഷതകൾ, ആ മൂലകങ്ങൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാകാം എന്ന് ഓൾറെഡി എന്ത് ചെയ്തു? വിശദീകരിക്കുകയും ചെയ്തു. അപ്പം കണ്ടെത്താനുള്ള മൂലകങ്ങൾക്കായി സ്ഥാനമൊഴിച്ചിടുകയും ആ മൂലകങ്ങളുടെ സവിശേഷതകൾ മുൻകൂട്ടി പറയുകയും ചെയ്തു എന്ന് പറയുന്നത് മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മയാണ്. അപ്പം മൂലകങ്ങളെ വർഗീകരിച്ച ആദ്യകാല ശാസ്ത്രജ്ഞർ അവരെങ്ങനെ വർഗീകരിച്ചു എന്നുള്ള കാര്യം കൃത്യമായി പഠിച്ചു വെക്കണം. ആരൊക്കെയായിരുന്നു? ലവോസിയ, ഡൊബ്രൈനർ, ന്യൂലാൻഡ്സ്, മെൻഡലീഫ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിൾ ആരുടെയാണ്? മോസ്ലി തയ്യാറാക്കിയതാണ്. മോസ്ലി എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണിത് വർഗീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡ് എടുത്ത് അതിലേക്ക് അല്പം ബേരിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുക. ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് നന്നായി ഇളക്കി വാച്ച് ഗ്ലാസിൻ്റെ അടിഭാഗം സ്പർശിക്കുക. രണ്ടാമത്തത് മെഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം. ഇനി പ്രവർത്തനം 1ൻ്റെ നിരീക്ഷണമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മോട് പറയുന്നത് എന്താണ്? വാച്ച് ഗ്ലാസ്സിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ സ്പർശിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത്? അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ എന്താണ്? ബേരിയം ഹൈഡ്രോക്സൈഡും ആണ്. അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും ആണ്. അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള പ്രവർത്തനം എന്ത് പ്രവർത്തനം മക്കളെ? താപ ആഗിരണ പ്രവർത്തനമാണ്. താപം ആഗിരണം ചെയ്യുമ്പോൾ നമുക്ക് എന്താ അനുഭവപ്പെടുക? ഒരു തണുപ്പാണ്, ചെറിയൊരു തണുപ്പാണ് അനുഭവപ്പെടുക. അപ്പം പ്രവർത്തനം 1ൻ്റെ നിരീക്ഷണം എന്ന് പറയുമ്പോൾ എന്താണ്? തണുപ്പ് അനുഭവപ്പെടും. ആ വാച്ച് ഗ്ലാസിൻ്റെ അടിയിൽ എന്ത് ചെയ്യും? ഒരു ചെറിയ തണുപ്പ് എന്ത് ചെയ്യും? നമുക്ക് അനുഭവപ്പെടും. ഇനി പ്രവർത്തനം 2ൽ ഉണ്ടാകുന്ന വാതകത്തെ തിരിച്ചറിയുക. നമുക്കറിയാം, ഒരു ലോഹം ഒരു ആസിഡുമായി പ്രവർത്തിച്ചാൽ അവിടെ ഉണ്ടാകുന്ന വാതകം എന്താ? ഒരു പോപ്പ് ശബ്ദത്തോടെ പൊട്ടുന്ന വാതകമാണ്. ആ വാതകം ഹൈഡ്രജൻ ആയിരിക്കും. അതിനെ എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ പരീക്ഷണം നടത്തുന്ന ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്തേക്ക് ഒരു തീപ്പെട്ടിക്കൊള്ളി കാണിക്കുക. അപ്പോൾ അത് പോപ്പ് ശബ്ദത്തോടു കൂടി പൊട്ടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുമെന്നും അത് ഹൈഡ്രജൻ വാതകമാണെന്ന് മനസ്സിലാക്കാം. ആ ഒരു കാര്യമാണ് എഴുതേണ്ടത്. എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ചോദിച്ചത്. തിരിച്ചറിയാനുള്ളത് ആ പരീക്ഷണമാണ്. എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്തേക്ക് നമ്മളൊരു തീപ്പെട്ടിക്കൊള്ളി കാണിക്കുമ്പോൾ അതൊരു പോപ്പ് ശബ്ദത്തോടു കൂടി പൊട്ടുന്നു എന്ന് പറയുന്നു. ഇനി ഈ 2 രാസപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഊർജ്ജരൂപം, ഇത് ഏത് രാസപ്രവർത്തനങ്ങളുടെ കീഴിലാണ് നമ്മൾ പഠിക്കുന്നത്? താപരാസപ്രവർത്തനമാണ്. അപ്പോൾ ഇതിലുമായി ബന്ധപ്പെട്ട ഊർജ്ജരൂപം ഏതാണ്? താപോർജ്ജമാണ്. ഏത് ഊർജ്ജമാണ്? താപോർജ്ജം. ഓക്കെ. അപ്പം ആ പേജ് നമ്പർ 58 പട്ടിക 4.4 ഉണ്ട്. അതായത് താപമോചക രാസപ്രവർത്തനങ്ങൾക്കും താപ ആഗിരണ രാസപ്രവർത്തനങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു തന്മാത്രയിൽ 2 ഹൈഡ്രജൻ ആറ്റവും എഴുതി ഇങ്ങനെ വെക്കുക. 2 ഹൈഡ്രജൻ ആറ്റം, പിന്നെന്താണ്? ഒരു സൾഫർ ആറ്റം, 4 ഓക്സിജൻ ആറ്റം, 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസസൂത്രം എഴുതുക. ഓർഡറിലാണ് തന്നിരിക്കുന്നത്. 2 ഹൈഡ്രജൻ, ഒരു സൾഫർ, ഒരു ഓക്സിജൻ. എഴുതുന്ന അറിയാലോ. ഹൈഡ്രജനെ പ്രതീക വെച്ചാണ് താഴെ എണ്ണം കൊടുക്കുക. H2. സൾഫർ എത്രയേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. അപ്പം നമ്മൾ സാധാരണ നമ്പർ എഴുതാറില്ല. അടുത്തത് ഓക്സിജൻ ആണ്. ഓക്സിജൻ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രാസസൂത്രം എങ്ങനെ വരും? H2SO4 എന്നാണ് എന്ത് വരും? ആ സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസസൂത്രം. ഇനി സൾഫ്യൂരിക് ആസിഡിൻ്റെ 4 തന്മാത്രകളിൽ അടങ്ങിയിരിക്കുന്ന, ചാടിക്കയറി തെറ്റെഴുതരുത്, 4 തന്മാത്രകളിൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങൾ. ഇതെന്താ എഴുതിയിരിക്കുന്നത്? ഇത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു തന്മാത്രയാണ്. കാരണം ഇവിടെ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല, അതിനർത്ഥം 1 ആണ്. 4 തന്മാത്രയാണെങ്കിൽ എങ്ങനെ എഴുതണം? 4H2SO4 എന്ന് എഴുതണം അല്ലേ? 4H2SO4 എന്ന് എഴുതണം. 4H2SO4 എന്ന് എഴുതണം. അപ്പോൾ ഈ 4 തന്മാത്രകളിലും കൂടെ ആകെ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ താഴത്തെ എണ്ണം കൂട്ടുക. ഇത് 2, 2 1 3, 4 3 7. അതായത് ഏതാ? 2 ഹൈഡ്രജൻ, ഒരു സൾഫർ, 4 ഓക്സിജൻ. അപ്പം 4 2 6 1 7. മൊത്തം 7 എണ്ണം ഉണ്ട്. അങ്ങനത്തെ 4 തന്മാത്ര. അപ്പോൾ എന്ത് കിട്ടണം? 7 × 4. അപ്പോൾ എത്ര വരും? 28 എന്ന് വരും. 7 × 4 എന്ന് പറയുന്നത് 28 എന്ന് വരും.
ഓക്കെ. ഇനി അടുത്തത്, ഇത്രയും എണ്ണം ആറ്റങ്ങൾ ലഭിക്കണമെങ്കിൽ എടുക്കേണ്ട അമോണിയ തന്മാത്രകളുടെ എണ്ണം എഴുതുക. അമോണിയയുടെ പ്രതീകം കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. അമോണിയ നമ്മൾ പഠിക്കുന്നതാണ്. അമോണിയയുടെ പ്രതീകം എന്ന് പറയുന്നത് NH3 ആണ്. ഒരു അമോണിയയിൽ നോക്കിയ മക്കളെ എത്ര ആറ്റമുണ്ട്? മൊത്തം 3 ഹൈഡ്രജനും 1 നൈട്രജനും, മൊത്തം 4 എണ്ണമേ ഉള്ളൂ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ സൾഫ്യൂരിക് ആസിഡ് ഉള്ള അത്രയും എണ്ണം ലഭിക്കണം. സൾഫ്യൂരിക് ആസിഡിൽ 4 സൾഫ്യൂരിക് ആസിഡിൻ്റെ തന്മാത്രകളിൽ മൊത്തം എത്ര ആറ്റങ്ങളുണ്ട്? 28 കിട്ടണം. അപ്പോൾ 28 ഈ പറയുന്ന എണ്ണം കിട്ടണമെങ്കിൽ ഇവിടെ എഴുതേണ്ട നമ്പർ ഏതായിരിക്കും? ഇവിടെ മൊത്തം 4 ആണ്. 4 28 ആകാൻ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി? 7 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പോൾ എത്ര വേണം? 7 തന്മാത്രകൾ വേണം. 7 അമോണിയ തന്മാത്രകൾ എടുത്താലാണ് 4 സൾഫ്യൂരിക് ആസിഡിൻ്റെ തന്മാത്രകളിലുള്ള അത്രയും എണ്ണം ആറ്റങ്ങൾ നമുക്ക് ഉണ്ടാവുക. ഈ ക്വസ്റ്റ്യൻ, ഈ മോഡൽ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. പെട്ടെന്ന് തെറ്റി ആൻസർ പോകാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ബാക്കിലേക്ക് പോയിട്ട് കാണാം. ഇതിൻ്റെ ഇതേപോലത്തെ ഓർ ക്വസ്റ്റ്യൻ ആണ്. സാമ്പിൾ ബിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം. സാമ്പിൾ ബി ഏതാ? ഇതാണ്. സാമ്പിൾ ബിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം. ഇവിടെ നോക്കുക, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്. അത് ശ്രദ്ധിക്കണേ. ഇവിടെ ഇത് എത്ര ഹൈഡ്രജൻ ഉണ്ട്? അപ്പോൾ ആകെയുള്ള ഹൈഡ്രജൻ എത്രയാണ്? ഇവിടെ 5 എണ്ണം, ഇവിടെ 1, 5 1 6 എണ്ണം ഉണ്ട്. അങ്ങനത്തെ 3 തന്മാത്രകളല്ലേ. അപ്പം 3 × 6, 3 × 6, അതായത് 5, ഇവിടെ 1, 5 1 6, 6 × 3, 6 × 3 എത്രയാണ്? 18 ആണ്. മൊത്തം 18 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. ആറ്റങ്ങളുടെ എണ്ണം ഒരുപോലെയുള്ള സാമ്പിളുകൾ, അതിന് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? എല്ലാത്തിലെയും മൊത്തം ആറ്റങ്ങളുടെ എണ്ണം കാണണം. ഇവിടെ എത്രയുണ്ട്? 12 6 18, 18 6 24 ആറ്റങ്ങളാണുള്ളത്. ഇവിടെയോ 5 2 7, 7 1 8, 8 1 9, 9 × 3 27 ആറ്റങ്ങൾ. ഇവിടെയോ 2 2 4, കണ്ടോ? ഇത് 2 ഇത് 2, മൊത്തം 4, 4 × 6 24. അപ്പോൾ ഏതൊക്കെയാ? എയും സിയും ആണ്. ഒരേപോലെ ആറ്റങ്ങളുള്ള സാമ്പിളുകൾ എയും സിയും ആണ്. ഇനി സാമ്പിൾ എയുടെ 5 തന്മാത്രകൾ. സാമ്പിൾ എ ഇതല്ലേ? ഇതിൻ്റെ 5 തന്മാത്രകളെ നമുക്ക് എങ്ങനെ എഴുതാം? 5C6H12O6 എന്ന് എഴുതാം. 5C6H12O6. ഈ C6H12O6 എന്ന് പറയുന്ന ഒരു തന്മാത്രയാണ്. അങ്ങനത്തെ 5 എണ്ണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഒരു തന്മാത്രയിൽ 24 ആറ്റങ്ങളുണ്ട്. അങ്ങനത്തെ 5 എണ്ണത്തിൽ ഉള്ളത് കാണാൻ എന്ത് ചെയ്യണം? 24 ഗുണിക്കണം 5. 24നെ 5 കൊണ്ട് ഗുണിച്ച് നോക്കുക. 2 10 100, 120 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കണേ. 120 ആറ്റങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലം ശ്രദ്ധിച്ച് ചെയ്യണം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് ചെയ്യണം. ഒരു തന്മാത്ര, ഒരു ആറ്റം എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. നന്നായിട്ട് വായിച്ചിട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യാനുള്ളത് നമുക്ക് ഈ ചാപ്റ്ററിൽ, കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിന് ലാസ്റ്റ് വരുന്നതാണ് ഇത് ബയോളജിയും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി 40 മിനിറ്റാണ് നിങ്ങൾക്ക് സമയം കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കുക. ജീവാണുവളവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ വളങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പല ടൈപ്പ് വളങ്ങൾ പഠിക്കുന്നത്. അതിൽ ഒരു ടൈപ്പ് വളമാണ് ജീവാണുവളം. ജീവാണുവളങ്ങൾ മണ്ണിൻ്റെ ഘടനയ്ക്കും വിഘാടകർക്കും എന്ത് ചെയ്യുന്നില്ല? ദോഷം ചെയ്യുന്നില്ല. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ എന്താണ്? നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്നു. ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെടുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് ലഭിക്കുക. ഈ പറഞ്ഞിരിക്കുന്നതിൽ ജീവാണുവളവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഇത് കറക്റ്റാണ്. എന്താ ഈ പറയുന്ന ജീവാണുവളത്തിന് ഉദാഹരണം അറിയാലോ? റൈസോബിയം, അസോസ്പൈറില്ലം, മൈക്കോറൈസ തുടങ്ങിയിട്ടുള്ള ബാക്ടീരിയകളൊക്കെയാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് അല്ലേ? അതാണ് ജീവാണുവളം എന്ന് പറയുന്നത്. അപ്പം മണ്ണിൻ്റെ വിഘാടകർക്കും ഘടനയ്ക്കും ദോഷം ചെയ്യുന്നില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഒന്നുള്ളതേ ആൻസർ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഏതിനെ ഒഴിവാക്കാം? ഒന്നില്ലാത്ത ഇത് എന്തായാലും ആൻസർ ആയിരിക്കില്ല. പിന്നെ ഇതിൽ 3 എണ്ണത്തിൽ ഏതാണെന്ന് നോക്കുക. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും, അതാണോ? അതോ നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്നു, അതാണോ നോക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ? നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്നവരാണ് ജീവാണുവളങ്ങൾ. അപ്പോൾ 1ഉം 3ഉം ആണ് കറക്റ്റ്. അപ്പോൾ 1ഉം 3ഉം എന്ന് പറയുന്ന കൊടുക്കുന്ന ഓപ്ഷൻ ഇത് മാത്രം. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ആ വളങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. വളങ്ങൾ, 4 ടൈപ്പ് വളങ്ങളുടെ ഉദാഹരണങ്ങൾ, പേരുകൾ, അതായത് ആദ്യം പേരുകൾ പഠിക്കുക, പിന്നെ ഉദാഹരണങ്ങൾ പഠിക്കുക, അവരുടെ ഗുണവും ദോഷവും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക.
അടുത്തത് സ്മാർട്ട് ഫാമിങ്ങുമായി ബന്ധപ്പെട്ടൊരു ഫ്ലോ ചാർട്ടാണ്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്മാർട്ട് ഫാമിങ്ങിൽ ഒന്ന് ഹൈഡ്രോപോണിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ട എന്താ, ഹൈഡ്രോപോണിക്സിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിവിടെ എഴുതുന്നില്ല. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 117, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 117 നമ്മൾ പഠിക്കുന്നതാണ്. അതായത് സ്മാർട്ട് ഫാമിങ്ങിൽ ഏതൊക്കെ വരും, നിർമ്മിത ബുദ്ധിയുണ്ട്, IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഹൈഡ്രോപോണിക്സ്, എയ്റോപോണിക്സ്, ഇത്രയുമാണ് നമ്മുടെ ഏതിൽ വരുന്നത്, സ്മാർട്ട് ഫാമിങ്ങിൽ വരുന്നത്. അതിൽ പേജ് നമ്പർ 117 കൊടുക്കുന്നുണ്ട് എന്താണ് ഹൈഡ്രോപോണിക്സ്. പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്തോടെ എന്താണ് പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് അവർ വേണ്ട വിധത്തിൽ ലഭ്യമാക്കുന്ന രീതിയാണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ഈ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പേരാണ് എഴുതേണ്ടത്. സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്ര സഹായത്താൽ പ്രശ്നപരിഹാരം ഒരുക്കുന്നു. നിർമ്മിത ബുദ്ധിയാണോ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണോ, എയ്റോപോണിക്സ് ആണോ, ഏതാ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ഇതിൽ വരുന്ന എന്താണ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ഇത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അതാ IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT എന്ന് വരുന്നതാണ്. 4 സ്മാർട്ട് ഫാമിംഗ് രീതികൾ നന്നായിട്ട് വായിച്ച് പഠിക്കണം. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ AI-യും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സും തമ്മിൽ പെട്ടെന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടത് നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഇനി ജലവിനിയോഗവുമായി ബന്ധപ്പെട്ട ചിത്രം നിരീക്ഷിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ജലസേചന രീതി ഏതാണെന്നാണ്. നമ്മളെല്ലാ ചിത്രങ്ങളും കണ്ടതാണ്. ഏതായിരിക്കും ഈ ചിത്രം? ഈ തന്നിരിക്കുന്ന ഏത് രീതിയാണ് ജലസേചന രീതി? തിരിനനയാണ്. 3 തരത്തിലുണ്ട്. തുള്ളിനനയുണ്ട്, തിരിനനയുണ്ട്, പുതയിടലുണ്ട്, ഹരിതഗൃഹമുണ്ട്. ജലസേചനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ ഈ കൊടുത്തിരിക്കുന്നത് തിരിനനയാണ്. ഈ രീതിയുടെ 2 മേന്മകൾ. തിരിനന കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? തിരിനന കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഈ തന്നിരിക്കുന്ന ജലസേചന രീതി എന്ന് പറയുന്നത് തിരിനനയാണ്. തിരിനന കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് കുറച്ച് ജലം, അതായത് നമ്മൾ തുള്ളിനനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കുറച്ച് ജലം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. കുറച്ച് ജലം മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ജലം നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ച് ജലക്ഷാമം അല്ലെങ്കിൽ ജലക്ഷാമം ഉള്ളിടത്തൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു രീതിയാണ് ഈ പറയുന്ന എന്താണ് തിരിനന എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സസ്യപോഷകങ്ങളാണ്. സസ്യപോഷകങ്ങൾ നമ്മൾ 2 ടൈപ്പാണ് പഠിക്കുന്നത്. ഏതൊക്കെയുണ്ട്? മൈക്രോ ന്യൂട്രിയൻ്റും ഉണ്ട്, മാക്രോ ന്യൂട്രിയൻ്റും ഉണ്ട്. ഇനി ഇവിടെ എഴുതേണ്ടത് മൈക്രോ ന്യൂട്രിയൻ്റെ ഉദാഹരണങ്ങളാണ്. ഒന്ന് സൂചിപ്പിക്കുന്നത് എന്ത്, അപ്രകാരം അറിയപ്പെടാനുള്ള കാരണം എന്ത്? ഈ ഒന്ന് എന്താണെന്നാണ് ചോദ്യം. ഒന്നെന്താ? മൈക്രോ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? മാക്രോ ന്യൂട്രിയൻ്റ് ആണ് അല്ലേ? മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. മാക്രോ ന്യൂട്രിയൻ്റ് അത് ഈ പേരിൽ അറിയപ്പെടാൻ കാരണം എന്താ? മാക്രോ ന്യൂട്രിയൻ്റ് എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ആണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മാക്രോ ന്യൂട്രിയൻ്റ് എന്നും കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ളവരെ മൈക്രോ ന്യൂട്രിയൻ്റ് എന്നും വിളിക്കുന്നു. ഇനി 2, 3 എന്നിവ തിരിച്ചറിഞ്ഞ് എഴുതുക. മൈക്രോ ന്യൂട്രിയൻ്റുകൾക്ക് ഉദാഹരണങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്രോയ്ക്കും മൈക്രോയ്ക്കും ഉദാഹരണങ്ങൾ പഠിക്കുന്നതാണ്. മൈക്രോയ്ക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയുണ്ട്? ബേരിയം മൈക്രോയാണ്. അതുപോലെ തന്നെ എന്താണ്? മാംഗനീസ്. അങ്ങനെ കുറേ എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, ഇരുമ്പ്, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയ കുറേ എണ്ണം പഠിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. മൈക്രോ ന്യൂട്രിയൻറ്റുകൾക്ക് ഉദാഹരണം എഴുതാം. അടുത്തത് വെർട്ടിക്കൽ ഫാമിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. വെർട്ടിക്കൽ ഫാമിങ് ജലവിനിയോഗം കുറയ്ക്കാൻ എങ്ങനെ സഹായിക്കുന്നു? അപ്പോൾ വെർട്ടിക്കൽ ഫാമിങ്ങിൽ നമുക്ക് ഏത് രീതികൾ ഉപയോഗിക്കാം? അതായത് നമ്മൾ ആ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. തുള്ളിനന, അതുപോലെ തന്നെ തിരിനന തുടങ്ങിയ രീതികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ജലവിനിയോഗം കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഇത് ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കാത്തതുകൊണ്ട് തന്നെ എന്താണ്, ഈ ജലം നീരാവിയായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന, ബാഷ്പമായി നഷ്ടപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. ഈ കൃഷിയിലൂടെ സ്ഥലപരിമിതി മറികടക്കുന്നത് എങ്ങനെ? സ്ഥലപരിമിതി മറികടക്കാൻ എന്താ? കുറച്ച് സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ എന്താണ് തട്ടുകളായി തിരിച്ചിട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? അവിടെ മെൻഷൻ ചെയ്യാം. ഇനി അടുത്തത് വളങ്ങൾ, മേന്മകളും പരിമിതികളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സെമിനാറിൽ നാനോ വളങ്ങളാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം എന്ന് അഭിപ്രായപ്പെട്ടു. നാനോ വളങ്ങളുടെ 2 മേന്മകൾ, അതായത് നാനോ വളങ്ങൾ കൊണ്ടുള്ള ഗുണമാണ്. അപ്പം നാനോ വളങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ? വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സസ്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ. നാനോ വളങ്ങളുടെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? സസ്യങ്ങൾക്ക് എന്താണ്? സസ്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആഗിരണം ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എന്തില്ല?
കൃത്രിമ വളങ്ങളെ പോലെ മണ്ണിൻ്റെ എന്തിനെ മാറ്റില്ല? രാസഘടനയെ മാറ്റില്ല. മണ്ണിൻ്റെ രാസഘടനയെ മാറ്റില്ല എന്നതും ഇത്തരം വളങ്ങളുടെ ഗുണമാണ്. ഇനി കൃത്രിമ വളങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കേണ്ടതുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാണ്. അത് ഉണ്ടെന്നാണ് കാരണം. എന്താ? കൃത്രിമ വളങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുന്ന മൂലം നമ്മുടെ മണ്ണിൻ്റെ സ്വാഭാവിക ഘടന നഷ്ടപ്പെടും, അതുപോലെ മണ്ണിലെ സൂക്ഷ്മജീവികളെ ബാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ആ പോയിന്റുകളാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. അടുത്തത് പ്രസ്താവന വിലയിരുത്തി തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. GM വിളവുകളുടെ കടന്നുവരവ് നാടൻ ഇനങ്ങൾക്ക് ഭീഷണിയായേക്കാം. GM വിളകൾ വികസിപ്പിക്കുന്നത് എങ്ങനെ? രണ്ടാമത്തത് നാടൻ ഇനങ്ങൾ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത എന്ത്? GM വിളകൾ എങ്ങനെയാണ് വികസിപ്പിക്കുന്നത്? ജനിതക എഞ്ചിനീയറിംഗ് വഴിയാണ് അല്ലേ? ജനിതക എഞ്ചിനീയറിംഗ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന GM വിളകൾ വികസിപ്പിക്കുന്നത്. GM വിളകൾ വികസിപ്പിക്കുന്നത് ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയിട്ടാണ്. അപ്പം നാടൻ ഇനങ്ങൾ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താ? നാടൻ ഇനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിക്കുകയും അതുകൊണ്ട് തന്നെ അതിന് പ്രതിരോധിക്കാനുള്ള രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളവരും കുറച്ച് പരിചരണമൊക്കെ ആവശ്യമുള്ളവരുമായിരിക്കും നാടൻ ഇനങ്ങൾ. അപ്പോൾ നമുക്ക് ചിലവ് കുറവായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയെയും ഇവിടെയുള്ള രോഗാണുക്കളെയും ഒക്കെ പ്രതിരോധിക്കാൻ എന്തുണ്ടാവും? നാടൻ ഇനങ്ങൾക്ക് കഴിവുണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒരു 2-3-4 പോയിന്റുകളായിട്ട് എന്ത് ചെയ്യുക? എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൻസറാണ്. ഇനി അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൃഷിയിടങ്ങളിലെ കീടങ്ങളെ പൂർണ്ണമായും കൊന്നൊടുക്കാതെയും പ്രകൃതിക്ക് ദോഷം വരുത്താതെയും കീടനിയന്ത്രണം സാധ്യമാണ്. ഇതിനായി സ്വീകരിക്കാവുന്ന ഏതെങ്കിലും 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഇത്തരം കീടനിയന്ത്രണം എന്ത് പേര് അറിയപ്പെടുന്നു? അതായത് നമ്മൾ കീടനിയന്ത്രണം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഉള്ള കീടങ്ങളെ മുഴുവനായിട്ട് അങ്ങ് ഇല്ലാതാക്കൽ എന്നല്ല. നമ്മുടെ വിളകളെ ബാധിക്കാത്ത അളവിൽ എന്ത് ചെയ്യണം? ഇവരെ നിയന്ത്രിച്ചു നിർത്തലാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ചില കീടങ്ങൾ ചില സസ്യങ്ങൾക്ക് കീടങ്ങളായി മാറുന്നത് ചില സസ്യങ്ങളുടെ പരാഗണത്തിനും അങ്ങനെയുള്ള പലതിനും സഹായിക്കുന്നവരായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്നവരെ എല്ലാം മുഴുവനായിട്ടും ഇല്ലാണ്ടാക്കുക എന്നൊരു രീതിയല്ല എന്ത് ചെയ്യേണ്ടത്? നമ്മളവിടെ സ്വീകരിക്കേണ്ടത്. അപ്പം പൂർണ്ണമായും പ്രകൃതിക്ക് ദോഷം വരുത്താതെ ഏതൊക്കെ കീടനിയന്ത്രണ മാർഗങ്ങൾ നമുക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? നമുക്ക് മിത്രകീടങ്ങളെ ഉപയോഗിച്ച് ഇവരുടെ എണ്ണത്തെ നിയന്ത്രിക്കാം. അതുപോലെ തന്നെ എന്താണ്? കെണികൾ, പലതരത്തിലുള്ള കെണികൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ യാന്ത്രിക കീടനിയന്ത്രണം ചെയ്യാവുന്നതാണ്. രാസിക കീടനിയന്ത്രണം ഏറ്റവും അവസാനം മാത്രമേ അത് ചെയ്യാവുള്ളൂ, രാസകീടനിയന്ത്രണം എന്നുള്ളത്. അപ്പം മിത്രകീടങ്ങളെ നമുക്ക് ഉപയോഗിക്കാം, വലകളും കെണികളും ഉപയോഗിക്കാം. പിന്നെന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന വിത്തുകൾ കൂടുതലും എന്തുള്ളതാണ്? കഴിവുള്ള വിത്തിനങ്ങൾ എന്ന് വെച്ചാൽ രോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കഴിവുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചൊക്കെ നമുക്ക് കീടനിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇത്തരം കീടനിയന്ത്രണം നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സംയോജിത കീടനിയന്ത്രണം എന്നാണ്. ഒരു രീതി മാത്രം പ്രയോജനപ്പെടുത്താതെ എല്ലാ രീതികളും ഉപയോഗിക്കപ്പെടുന്ന ആ രീതിയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സംയോജിത കീടനിയന്ത്രണം. സംയോജിത കീടനിയന്ത്രണം. അപ്പോൾ ഈ കീടനിയന്ത്രണം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ സംയോജിത കീടനിയന്ത്രണം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഇത് മാത്രം പഠിച്ചിട്ട് പോവല്ല, ഈ ക്വസ്റ്റ്യൻ ആൻസർ അല്ല പഠിക്കേണ്ടത്. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എല്ലാ ഭാഗവും ഓണപരീക്ഷയാണ്, 2 ചാപ്റ്ററേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം ഇങ്ങനെ ചോദിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ഇത്രയും ഉള്ള രീതിയിൽ ചോദിക്കുന്ന ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിന് എഫേർട്ട് ഉണ്ടാകണം. നന്നായിട്ട് കാര്യങ്ങൾ വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കേണ്ട ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കുക, പ്രോബ്ലംസ് നമ്മൾ നോട്ട്ബുക്കിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതൊക്കെ ചെയ്ത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. എത്ര നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ എക്സാം ഹോളിലിരിക്കും നമുക്കൊരു അനാവശ്യമായിട്ടുള്ളൊരു കൺഫ്യൂഷൻ വരും, അതാണോ ഇതാണോ എന്നൊക്കെ ഉള്ളത്. അത് മാക്സിമം ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആ കാര്യങ്ങൾ അത്രത്തോളം നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ.